ഹലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിങ്ങനെ ക്യാമറ നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ വാട്സ് ഇൻ മൈ ഓഫീസ് ബാഗ് ചെയ്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്ത് വീഡിയോ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഡെലിവറി എങ്ങനെയായിരുന്നു എന്നുള്ളതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു 2 പാർട്ടായിട്ട് ഒന്നും ചെയ്യുന്നുണ്ടാവുക. കാരണം വല്ലാതെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു 15 മിനിറ്റ് രീതിയിൽ ഞാൻ പറയാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവണത്. എന്നിട്ട് ഞാൻ 9 മാസം വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. 37th വീക്കിലാണ് 36 എൻഡിങ് ആ ഒരു സമയത്താണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ അപ്പോളോ ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഹർഷിത രാമമൂർത്തി എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഡോക്ടറായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ ഒരു 9 മാസം എങ്ങനെ പോയതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. പോരാത്തതിന് ഞാൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ടച്ച് വുഡ്. ഞാൻ ആകെ എനിക്കെന്ന് വെച്ചാൽ 2ാമത്തെ 3ാമത്തെ മാസം ഭയങ്കര ഛർദി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഛർദി, എന്ത് കഴിച്ചാലും ഛർദി ആ ഒരു ലെവലായിരുന്നു ആദ്യത്തെ 2 മാസം. ഇപ്പോൾ 2ാമത്തെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞത് വിഘ്നേശ്വരൻ്റെ അച്ഛനമ്മയും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു 1 മാസം. അത് കഴിഞ്ഞത് പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4ാമത്തെ മാസം മുതൽ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ തുടങ്ങിയ മുതൽ ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ പോയി. ഞാനും വിഘ്നേശ്വരനും മാത്രമായിരുന്നു 9 മാസം വരെയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരു ടൈമിൽ ഏട്ടൻ എന്നപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് എപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ അത് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി വാലന്റൈൻ ബേബിയാണ്. അതായത് മാർച്ചിലാണ് ഞാൻ അറിയേണ്ടത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നവംബറിലാണ് അവൻ ഉണ്ടായത്. 9ാമത്തെ മാസം കറക്റ്റ് 38th വീക്കിലാണ് മോനുണ്ടായത്. അപ്പോൾ ആ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞത് ആ ഒരു തന്നെ 3 ട്രൈമസ്റ്ററും ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെയാണ് പോയത്. അപ്പോൾ കറക്റ്റ് ഞാൻ മെറ്റേണിറ്റി ലീവ് എടുക്കുന്നത് October 15th കേട്ടോ. എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് November 16th. അപ്പോൾ ഞാൻ കറക്റ്റ് 1 മാസം മുന്നെയാണ് ഞാൻ മെറ്റേണിറ്റി ലീവിന് അപ്ലൈ ചെയ്തത് ഓഫീസിൽ. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ October 15th വരെ വർക്ക് ചെയ്തിട്ട് October 18th ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ആ ഒരു യാത്ര ഞാൻ ഇടയിൽ ഒരുപാട് തവണ ഞാൻ നാട്ടിലേക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. അപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് ഈസി ആയിട്ട് തന്നെയാണ് എൻ്റെ ട്രാവൽ എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 9ാമത്തെ മാസം ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ട്രെയിനിൽ. ആ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉള്ള കാരണം എന്താണെന്ന് അറിയില്ല. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവുമെന്ന് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നടന്നു. വിഘ്നേശ്വരൻ എനിക്ക് കമ്പനി തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയും കാണിച്ചിട്ട് നാട്ടിൽ പോയിട്ട് അവിടെ കാണിക്കണം എന്നുള്ള ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി രമ്യ ചേച്ചി 2 ഡെലിവറിയും കഴിഞ്ഞത് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ കൊച്ചീസ് മണി ഡോക്ടറെ അടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് അറിയുന്ന ആളുമാണ്. അതായത് രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ തന്നെ കാണിക്കാന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പോയല്ലോ, 9ാമത്തെ മാസം പോയിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരാളെ കാണിക്കണമെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ സെലക്ട് ചെയ്യാൻ കാരണം കേട്ടോ. പിന്നെ ഡോക്ടർ അറിയാലോ, പേര് കേട്ടൊരു ഡോക്ടറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഡോക്ടറെ കാണിച്ചു. അന്ന് ഞങ്ങളുടെ ഒരു സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ ലെവൽ കുറച്ച് കമ്മിയായിട്ടുണ്ട്. അത് കാരണം അതാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ സ്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു, ഈ പറയുന്ന പോലെ ഇനി വല്ലാതെ ഇങ്ങോട്ട് വെച്ച് നീട്ടണ്ട. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയത് 20-22 ആ ഒരു തീയതിയായിട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. ആ സ്കാനിങ് കഴിഞ്ഞത് ഒരു നവംബർ ആയിട്ടില്ല, October ഒരു 28-29 ആ ഒരു ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്തോളൂ, ഒരാഴ്ചയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് വാട്ടർ ബ്രേക്ക് ആവുക അല്ലെങ്കിൽ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ November 3rd വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു കേട്ടോ.
അന്ന് എന്താണ് എൻ്റെ മനസ്സുകൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 3-ാം തീയതി എൻ്റെ അമ്മയുടെ വീട്ടിൽ ഈ സർപ്പക്കാവിൽ പൂജ ഉണ്ടാവും. എല്ലാ വർഷവും ആ ഒരു സമയത്താണ് അത് നടക്കുക. ആ പൂജ അന്നാണ്, നവംബർ 3-നാണ് പൂജ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് എന്തെങ്കിലും ഡെലിവറി ആവുന്നതിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഈ പെലാന്ന് പറയില്ലേ, ആ സംഭവം വരും. അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പൂജ ഒന്ന് കഴിയട്ടെ, നവംബർ 3-ാം തീയതി ആ പൂജ ഒന്ന് കഴിയട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും അത് അറ്റൻഡ് ചെയ്യണതാണ്. അപ്പൊ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു കാര്യത്തിന് പോവുകയാണ്. അപ്പൊ അവർ എൻ്റെ അടുത്ത് ഇരിക്കുന്നതിലും നല്ലത് എനിക്ക് അവിടെ പോയിട്ട് അവരത് പ്രാർത്ഥിച്ചിട്ട് വരണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ആഗ്രഹം എനിക്ക് എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 9 മാസം വിഘ്നേഷ് ചേട്ടൻ്റെ കൂടെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് വിഘ്നേഷ് ചേട്ടൻ്റെ കൂടെ തന്നെ ഡെലിവറിക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഏട്ടൻ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏട്ടൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ പോയിട്ട് 1.5 ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ വിഘ്നേഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞാൻ ഡെലിവറിക്ക് പോണത് കേട്ടോ. അതൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ വിഘ്നേഷ് ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ കൂടെ ഡെലിവറിക്ക് ഒപ്പം ഉണ്ടായിരുന്നത് കാറിൽ. അപ്പോൾ അമ്മയും എൻ്റെ അനിയത്തിയും പൂജ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചിട്ടുമായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എല്ലാം എടുത്തില്ലേ അത്രയും ചോദിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാവരും. പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ ശ്രീകൃഷ്ണപുരത്താണ് വിഘ്നേശ്വരൻ്റെ വീട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി മണ്ണാർക്കാട് എത്താറാവുമ്പോഴാണ് ഓർമ്മ ഫയൽ എടുത്തില്ല എന്നുള്ളത്. ഞാൻ എന്താ പറയുക, എനിക്കിങ്ങനെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അയ്യോ, പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ഫയൽ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കാറിൽ ഏട്ടൻ ഡ്രൈവ് ചെയ്ത്, ഞാൻ മുൻ സീറ്റിൽ ഇരിക്കുന്നത്, ബാക്കിലാണ് എൻ്റെ അച്ഛനമ്മ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്താണെന്നറിയില്ല, ഞാൻ വേഗം ഏട്ടൻ്റെ തൊടയിൽ ഇങ്ങനെ കാലിലിങ്ങനെ പിടിച്ചു. എന്നിട്ട് ആ ഒരു ഫേസ് എക്സ്പ്രഷൻ ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ ഏട്ടൻ ചോദിച്ചു എന്താ ഈ മറന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫയൽ എടുക്കാൻ മറന്നു പറഞ്ഞു. ഒന്നും കണ്ടില്ല. ഏട്ടൻ പറഞ്ഞു ആരും ഒന്നും പറയണ്ട, എന്തോ ഒരു ഭാഗ്യത്തിന് കറക്റ്റ് ആ സ്ഥലത്ത് സൈഡിൽ പെട്രോൾ പമ്പ് ആയിരുന്നു. അതിന്റെ തൊട്ടുപത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതായത് വിശാലമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ആ ഒരു പുറത്ത്, അതായത് ഉള്ളിലേക്ക് കയറുന്നു വേണ്ട, പുറമേ നിന്ന് അവർ ചേരും ഇതൊക്കെ ഇട്ടുള്ള ഹോട്ടല്. അപ്പം ഞാനും അച്ഛനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. വിഘ്നേഷ് ചേട്ടൻ ഫയൽ എടുക്കാൻ വേണ്ടി തിരിച്ചു പോവുകയും ചെയ്തു. അതിന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ല എന്നാണല്ലോ എല്ലാവരും പറയുക. അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഒരു സമയത്ത്, എന്താ അതിങ്ങനെ ആയത് എന്ന് ആലോചിച്ചിട്ട്. ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് എടുക്കണം, കാരണം ഞാൻ മുകളിൽ നിന്നാണ് റെഡി ആവണൊക്കെ ഉണ്ടായിരുന്നത്. താഴെ അച്ഛനും നമ്മുടെ റൂമിലാണ് ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ അത് എടുക്കണം എന്നുള്ളത് മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങുമ്പോൾ അത് മറന്നുപോയി. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വിഘ്നേശ്വരൻ്റെ കല്യാണം, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നതാണ് രമ്യ ചേച്ചി. അവിടെ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്മൂത്തായിട്ട് പോണത്. അപ്പോൾ രമ്യ ചേച്ചി അന്ന് ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രമ്യ ചേച്ചി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അനുമോദേട്ടൻ, രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡ്, രമ്യ ചേച്ചിനെയും കൊണ്ട് ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്തു. വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പിന്നെ വിഘ്നേഷ് ചേട്ടൻ എത്തി, ഒരു അരമണിക്കൂറിൽ വേഗം പോയി എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് യാത്രയായി. അവിടെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 ദിവസം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ പറയുക, ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ വിചാരിക്കും. അപ്പൊ ഓരോ സമയം സ്റ്റേജ് കൂടെ പോകുമ്പോഴാണ് നമുക്ക് തോന്നുക അതല്ല ഇതായിരുന്നു, മുന്നേ കഴിഞ്ഞതല്ല ഇതായിരുന്നു നമുക്ക് തോന്നുക. എന്തിനാ സങ്കടം വിനിയോഗിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ആ ഒരു ഡെലിവറിൻ്റെ ആ ഒരു 2 ദിവസം എൻ്റെ ലൈഫിൽ കൂടെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ചെറുതായിട്ടൊരു പേഴ്സിൻ്റെ വേദന വരുമ്പോൾ കൂടെ ഞാൻ അത്ര ഇരുന്ന് കരയുന്ന ഒരാളാണ്. ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ കാര്യം മാത്രം ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം വലുതാണല്ലോ. എപ്പോഴും എല്ലാവരും പറയും ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എപ്പോഴും എന്ത് പറഞ്ഞാലും എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ആ ഒരു 2 ദിവസം നവംബർ 3, 4 ലൈഫിൽ ഒരിക്കലും മറക്കില്ല. 2024. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ പോയിട്ട് അഡ്മിറ്റ് ആയി. എനിക്ക് എന്തായി വെച്ച് കഴിഞ്ഞാൽ EMS ഹോസ്പിറ്റൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വലിയൊരു റൂമാണ്, അതിൻ്റെ ഉള്ളിലാണ് ലേബർ റൂം. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് അന്ന് അവിടെ ആരുമില്ല, ഞാൻ മാത്രം. വേറെ 2 പേര് വേറെ എന്തോ ഇഷ്യൂ ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവര് തലപോലും പൊക്കുന്നില്ല, കാണുന്നുമില്ല, ഞാൻ മാത്രം. അപ്പോൾ എന്താ പറയുക, ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, ഈ പറഞ്ഞ പോലെ പെയിൻ എപ്പോഴാണ് വരുന്നത് നോക്കാന്ന് പറഞ്ഞിട്ട് വന്നു.
സ്കാൻ ചെയ്ത് അന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഹെഡ് ഓൾറെഡി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ 3 ദിവസത്തിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഹെഡ് ഓൾറെഡി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആവാന്നുള്ള ഇതുമായിരുന്നല്ലോ. അപ്പൊ 3-ാം തീയതി രാവിലെ പോയപ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത്, ഡൈലൂഷൻ ആയിട്ടുണ്ട്, ഓൾറെഡി 1 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, ഡൈലൂട്ടഡ് ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് നോക്കാന്ന് കണ്ട് എന്നെ അവിടെ കടത്തി. അതിനുശേഷം പിന്നെ ഞാൻ ഇവരൊന്നും കാണില്ല. എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പാസേജ് കൂടെ പോയിട്ട് ചെറിയൊരു വിൻഡോ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, അവിടെ അങ്ങനെ അവരെ നോക്കാൻ എനിക്ക് വകുപ്പുണ്ട്. ഞാൻ ഈ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ആ ഒരാഴ്ചന്റെ പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഡെലിവറി വ്ളോഗിങ് കാണലായിരുന്നു എൻ്റെ പണി. 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ചിലർ പറയും എനിക്കൊന്നും അറിയണ്ട, ആ ഒരു സമയത്ത് പോയിട്ട് എന്താണോ അത് ഞാൻ ഫേസ് ചെയ്തോളാന്ന് പറയും. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എന്താ വെച്ചാൽ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പണിയില്ലാത്തത് കൊണ്ടും ഞാൻ ഇരുന്ന വ്ളോഗുകൾ കാണായിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു വ്ളോഗ് എന്ന് പറയുന്നത് മൈ വേ ബൈ കല്യാണിയുടെ വ്ളോഗായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആളത് പറയുമ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ ഫേസ് കൂടെ പോവുകയാണല്ലോ, ഞാനിപ്പോൾ ഇത് കൂടെ പോവാണല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. കുറേ പേരുടെ വ്ളോഗ് ഇരുന്നത് കണ്ടത് കൊണ്ട് തന്നെ എനിക്ക് തോന്നി എല്ലാവരുടെയും ഒരേ ഇതേ അല്ല, എല്ലാവരുടെയും ഡിഫറെന്റ്, എല്ലാവർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താവും എന്നുള്ളത് അറിയില്ല എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ 3-ാം തീയതി എന്നെ അതിൻ്റെ ഉള്ളിൽ കയറി. വ്ളോഗുകൾ കാണുന്ന പോലത്തെ നമുക്ക് സെപ്പറേറ്റ് സൂട്ട് അതൊന്നും ഇല്ല, അവിടെ അതൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിഘ്നേശ്വരൻ എൻ്റെ ഒപ്പം ഡെലിവറി റൂമിൽ വരണം എന്നുള്ളത്, അതും അവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെ എൻ്റെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് നഴ്സുമാരെല്ലാവരും നല്ലതായിരുന്നു കേട്ടോ. അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് രവീണ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണത്തെ വിഘ്നേശ്വരന്റെ അടുത്ത വീട് തന്നെയാണ്, മീൻസ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് അവള്. അപ്പൊ അത് ആൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളിൽ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അങ്ങനെ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ 3-ാം തീയതി ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഈ പറയുന്ന പോലെ പെയിന് വരുന്നില്ല. ഇവർ ഇടയ്ക്കൊക്കെ പി എന്ന് പറഞ്ഞ സംഭവം അറിയാലോ, ഇന്റേണൽ ചെക്കിങ്. അത് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ആരൊക്കെയോ വരുന്നു, നഴ്സുമാര്, ഹെഡ് നഴ്സുമാർ ആരൊക്കെയോ വരുന്നു, പി വി ചെക്ക് ചെയ്യുന്നു. ആ ഒരു പെയിനാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈശ്വരാ ഇതേ ഇങ്ങനെ പെയിൻ ആണെങ്കിൽ എങ്ങനെ ഞാനൊരു കുട്ടിയെ പ്രസവിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൊ ഇടയ്ക്ക് പറയുന്നു ആയിട്ടില്ല, ഡൈലൂട്ട് ആവണേ ഉള്ളൂ എന്ന് പറയുന്നു. എൻ്റെ അടുത്ത് കുറെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ തവണ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീക്കൽ പരിപാടി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെയിന് വരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ പെയിന് വരാതെ ഇടയിൽ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരം ഒരു 3 മണി 4 മണിയപ്പോൾ 2 സെന്റിമീറ്റർ ആവാൻ വേണ്ടിയിട്ട് അവർ ഒരു ബോൾ പോലത്തെ ഒരു സാധനം ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അത് എപ്പോഴാണോ തനിയെ താഴേക്ക് വരുന്നത് അപ്പോഴാണ് 2 സെന്റിമീറ്റർ ഡൈലൂട്ട് ആയി എന്നുള്ളത് അറിയില്ല. അത് തനിയെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 2 സെന്റിമീറ്റർ ഡൈലൂട്ട് ആയി എന്ന് പറയാലോ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. അവരൊരു 4 മണിക്ക് അത് കയറ്റി വെച്ചിട്ട് എൻ്റെ ദൈവമേ ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയാം. അത്രയും പെയിൻ ആയിരുന്നു. അത്രയും പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെയിന് വരിക പോവുക ഇതന്നെയായിരുന്നു. ഈ സാധനം ഇട്ട് വരണമില്ല, നടക്കാനും ബുദ്ധിമുട്ട്. ഞാൻ എന്താ പറയുക കടന്ന് കരയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രവീണ വരുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ 2 ചേച്ചിമാരുണ്ടായിരുന്നു. എനിക്ക് അവരുടെ പേര് സത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ആ 2 ചേച്ചിമാരും നല്ലോണം ഹെൽപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാൻ വേദനയിൽ നിലവിളിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് അവർ പോയിട്ട് എനിക്ക് പിന്നെ രാത്രി ആയിട്ടോ 10 മണിയൊക്കെ ആവാറായി, എന്നിട്ടും ഇത് വരുന്നില്ല, താഴത്തേക്ക് വരുന്നില്ല. അപ്പൊ എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി പെയിൻ സഹിക്കാൻ പറ്റില്ല, കാരണം 2 സെന്റിമീറ്റർ പോലും ആവുന്നില്ല. 6-7 ആയാലാണ് നമുക്ക് നോർമൽ ഡെലിവറിയുടെ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എത്ര പോകണം? ഈ 2 രാവിലെ 1 ആയിരുന്നു, ഇത്രയായിട്ട് 2 ആവുന്നില്ല. ഇതൊക്കെയാണ് എന്റെ മനസ്സ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് സിസേറിയൻ മതി, എനിക്ക് വേഗം കുട്ടി പുറത്തേക്ക് വന്നോട്ടെ, ഇനി എനിക്കിങ്ങനെ പെയിൻ അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ നഴ്സിൻ്റെ അടുത്ത് 2-3 തവണ പറഞ്ഞു എനിക്ക് വയ്യ, സിസേറിയൻ മതി, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞോളൂ എന്നിട്ട് പറഞ്ഞു. അപ്പൊ ഇവര് ശരിയെന്ന് പറഞ്ഞിട്ട് വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയി പറഞ്ഞു പുറത്ത്. അപ്പോഴേക്കും എൻ്റെ അമ്മ അനിയത്തി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് വിഘ്നേശ്വരൻ്റെ അച്ഛനും രമി ചേച്ചി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇന്ന് ഡെലിവറി ഉണ്ടാവില്ല, 3rd ഡെലിവറി ഉണ്ടാവില്ല. അപ്പൊ അവര് പോയി. അങ്ങനെ എന്താ പറയാ എൻ്റെ അമ്മ അനിയത്തി വിഘ്നേശ്വരൻ്റെ അമ്മ വിഘ്നേശ്വരൻ 3-4 പേരാണ് പുറത്തുള്ളത്. അപ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു അങ്ങനെ ആദ്യക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, സിസേറിയൻ മതി എന്നാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ വിഘ്നേശ്വരൻ പറഞ്ഞു അവളെ എൻ്റെ അടുത്തേക്ക് വീഡിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക്. അപ്പൊ വിഘ്നേശ്വരൻ എന്നെ കുറേ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇത്രയും നല്ലോണം ആയി എന്നുള്ളത്. ഞാൻ അടുത്തൊരു പാർട്ട് ഞാൻ എൻ്റെ 2nd പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഞാൻ ചെറിയ ഇതായിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് രീതിയിൽ ഇടാം. അതാകുമ്പോൾ കാണുന്നവർക്കും ബോറടിക്കില്ല, എനിക്കും എന്താ പറയുക ആ ഒരു ഫ്ലോയില് എന്താ പറയുക പറയാലോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിത് എന്തായാലും ഞാൻ എല്ലാം ഓരോരോ ദിവസമാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ എന്താണ് ആ സമയത്ത് വിഘ്നേശ്വരൻ പറഞ്ഞെന്നുള്ളതും ബാക്കി എന്താ ഉണ്ടായെന്നുള്ളത്
എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.